ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു കാര്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങാടിപ്പുറം ബൈപ്പാസ് ആയിരിക്കും. 10 വർഷം മുമ്പേ നമ്മളതിന് പ്ലാൻ ചെയ്തിട്ടിട്ട് പോയതാണ്. പക്ഷേ ഈ പിണറായി സർക്കാർ 2 പ്രാവശ്യം വന്നിട്ടും അതിന്റെ മുകളിൽ ഒരു ഇല പോലും അനക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതായിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്ക്. മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യവസായ പാർക്കുകൾക്ക് ധാരാളം സ്ഥലം ഞങ്ങളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ മന്ത്രിയോട് തന്നെ ഇപ്പം നമ്മുടെ പി രാജുവിനോട് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നോക്കാന്നൊക്കെ പറയുന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പറ്റിയില്ല. മങ്കടയിലെ പ്രചാരണം നല്ല ചൂട് പിടിച്ച് അത്യാവശ്യം UDF-ന്റെ പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. LDF-ഉം അതോടൊപ്പം പ്രചാരണ രംഗത്തുണ്ട്. അപ്പോൾ ജനങ്ങളോട് നമ്മൾ ഭാവിയിൽ മങ്കട എങ്ങനെയാവണമെന്ന് ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല, പ്രവർത്തകർക്കെന്നും ഒരുപാട് കാര്യങ്ങൾക്കൊപ്പമുള്ള മഞ്ഞളാംകുഴി അലി, ഈ ഫ്യൂച്ചർ മങ്കടയ്ക്ക് വേണ്ടി താങ്കൾ എന്തൊക്കെയാണ് മനസ്സിലുള്ള ആശയങ്ങൾ എന്ന് പറയാം? ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ മങ്കട മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന എന്ത് തന്നെയായാലും UDF-ന്റെ സർക്കാർ വരുന്നതാണ്. പക്ഷെ അന്ന് വരാൻ പറ്റില്ല. ഇന്നതല്ല, ഇന്ന് ഉറപ്പായിട്ടും UDF സർക്കാർ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം അധികാരത്തിൽ വരെയാണ് ഞങ്ങൾക്കൊക്കെ അറിയാം. സർവേകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു കാര്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങാടിപ്പുറം ബൈപ്പാസ് ആയിരിക്കും. 10 വർഷം മുമ്പേ നമ്മളതിന് പ്ലാൻ ചെയ്തിട്ടിട്ട് പോയതാണ്. പക്ഷേ ഈ പിണറായി സർക്കാർ 2 പ്രാവശ്യം വന്നിട്ടും അതിന്റെ മുകളിൽ ഒരു ഇല പോലും അനക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതായിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്ക്. അവിടെ നേതാക്കന്മാരൊക്കെ പല പ്രാവശ്യം പല ഗവൺമെന്റിലെ മന്ത്രിമാരൊക്കെ പോയി കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് ഞങ്ങളത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതാണ് എനിക്ക് ആദ്യത്തെ ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മുടെ അങ്ങാടിപ്പുറം പോളിടെക്നിക് ഉണ്ട്, അതുപോലെ തന്നെ മങ്കട ഗവൺമെന്റ് ഹൈസ്കൂളുണ്ട്. അവിടെയൊക്കെ പുതിയ പുതിയ കുറേ ആധുനിക കോഴ്സുകൾ വേണം. അല്ലാതെ പഴഞ്ചൻ സ്റ്റൈലുള്ള കോഴ്സുകളൊക്കെ മാറ്റിക്കൊണ്ട് ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെന്നാണ് ഒന്നുള്ളത്. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു കാര്യങ്ങൾ ആലോചിക്കുന്നത് മഞ്ചേരി വളാഞ്ചേരി ഒരു റോഡിനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആരംഭിക്കുന്നത്. പുതിയ ഒരു റോഡ്. കാരണം ഇപ്പോൾ ഉള്ള വളരെ പ്രയാസം പിടിച്ച് വളഞ്ഞു തിരിഞ്ഞൊക്കെ കൂടി വരേണ്ടതുണ്ട്. അപ്പൊ മഞ്ചേരി വളാഞ്ചേരി ഹൈവേ സാധ്യത അത് പഠിക്കും, അതിന്റെ പ്രവർത്തനം അതേ രീതിയിൽ ആരംഭിക്കും. പിന്നെ നമ്മുടെ ചെറുപുഴ ഉണ്ടല്ലോ, ഇവിടെ വളരെ ഭംഗിയായിട്ടൊരു ചെറുപുഴ പോകുന്നുണ്ട്. അതിന് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ട് പദ്ധതികൾ രൂപീകരിക്കും. അതിന്റെ സൈഡ് കെട്ടലും മനോഹരമാക്കും, സൈഡിലൊക്കെ ഗാർഡനും നടക്കാനുള്ള നടപ്പാതകൾ ഉണ്ടാക്കും, റെസ്റ്റ് ഹൗസുകൾ ഉണ്ടാക്കും. അതാണ് ഞങ്ങൾ വേറൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യവസായ പാർക്കുകൾക്ക് ധാരാളം സ്ഥലം ഞങ്ങളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ മന്ത്രിയോട് തന്നെ ഇപ്പം നമ്മുടെ പി രാജുവിനോട് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നോക്കാന്നൊക്കെ പറയുന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പറ്റിയില്ല. പക്ഷെ കുറെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. അതാണ് ഞങ്ങളിപ്പോ പ്രധാനമായിട്ടും. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ കുടുംബിനികളായ വനിതകൾക്ക് ഒരു സ്വയം തൊഴിലില്ലാതെ കുറേ അധികം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പദ്ധതികൾ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കയ്യിലുണ്ട്. അതിൽ എല്ലാം ബന്ധപ്പെടും. അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ വേറൊന്നുള്ളത്, ഈ ഡിഗ്രി പഠനം മുടങ്ങിയതുണ്ട്. ഇപ്പൊ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. MLA-യുടെ ഞങ്ങൾ കോളേജിലേക്ക് എന്നൊരു പദ്ധതി ഇപ്പൊ വളരെ ജനങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഏറ്റെടുത്തൊരു പദ്ധതിയാണ്. വളരെ വളരെ താല്പര്യപൂർവ്വം ജനങ്ങൾ ഏറ്റെടുക്കുക. അപ്പൊ മങ്കട മണ്ഡലത്തിൽ ഡിഗ്രി +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിയാത്ത ഒരു സ്ത്രീയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ അധികം ആൾക്കാർ വീണ്ടും കൊണ്ടുവന്ന് എല്ലാവരും ഡിഗ്രി പാസ്സാക്കാനും അതിനുശേഷം അവർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്രധാന വലിയൊരു കാര്യമാണത്. കാരണം ഈ മങ്കട മണ്ഡലത്തിലുള്ള കേരളത്തിൽ എല്ലായിടത്തും ഉള്ളതാണ്. പ്രത്യേകിച്ച് മങ്കട മണ്ഡലത്തില് ഇപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ വീട്ടിൽ അകപ്പെട്ടു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. അവര് ഒരുപക്ഷെ +2 കഴിഞ്ഞ് ഒരു രക്ഷയില്ല, അവർക്ക് പുറത്തിറങ്ങാൻ വഴിയില്ല. അപ്പൊ അതിങ്ങനെ ഒരു പദ്ധതി, അവരെ സുരക്ഷിതരാക്കാനുള്ള പദ്ധതി, അത് വളരെ പ്രയോജനപ്പെടുന്നു. അല്ല, ഒരു സംശയമല്ല, വളരെ ഗംഭീരമായിരിക്കും നമ്മൾ പ്രതീക്ഷ. ഇപ്പൊ ഞങ്ങളിത് ആരംഭിച്ചല്ലോ, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന് പിന്നെ ഡ്രോപ്പ് ഔട്ട്സ് ആകുമ്പോഴേ അവർ വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ഇത്രയും കാലം. അവർക്ക് പഠിക്കാനുള്ള സന്ദർഭം കിട്ടിയപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. ഗ്രാൻഡ് മദേഴ്സ് വരെ വന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ പഠനം വളരെ സീരിയസാണ്. അവർ ചെറിയ തമാശകളിയല്ല, വളരെ കൃത്യമായിട്ട് പഠിക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പരീക്ഷ എഴുതുന്നു. ഏകദേശം 88% വിദ്യാർത്ഥിനികളാണ് ഈ പ്രാവശ്യം ആ പരീക്ഷ എഴുതിയിട്ട് പാസ്സായത്.
അതൊരു ഈ മണ്ഡലത്തിലെ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. വരുന്ന കുട്ടികൾ മുഴുവൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരു പൈസയും വാങ്ങാതെ. അതിന്റെ ഫീസൊക്കെ ഞങ്ങള് സംഘടിപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കുക. അതുകൂടാതെ ഇവർക്ക് ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയാല് വനിതകൾക്ക് സുരക്ഷിതരാകാൻ പറ്റിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു മനസ്സിലൊരു ആഗ്രഹമുള്ള ആശയമാണെന്ന് പറഞ്ഞായിരുന്നു. അതെ, ഉറപ്പായിട്ട് അവരൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. ഇതാണ് ഞങ്ങളെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. കുറെ കാര്യങ്ങളായല്ലോ ഇപ്പം. സ്വാഭാവികമായിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ അവിടുത്തെ എക്സ്പെർട്ടുകളൊക്കെ സംസാരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കി ചെയ്യും. ഏതായാലും പ്രചരണം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും UDF പ്രവർത്തകരൊക്കെ ആവേശം അവരുടെ കൊടുമുടി കയറിയ ആവേശമാണ്. ഇവിടെ UDFന്റെ വിജയത്തിലപ്പുറം നേതാക്കളും പ്രവർത്തകരും ഒന്നും ചിന്തിക്കുന്നില്ല. പിന്നെ ഈ അതായത് ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ ഈ രീതിയിൽ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൂർബിന റഷീദ് ഉയർത്തിയ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഈ മൂർധന്യത്തിലേക്ക് കൊണ്ടുവന്നു വെച്ചത് എന്തെങ്കിലും എന്താ പറയുക സമ്മർദ്ദം കൊണ്ടായിരിക്കും എന്ന് പലരും ഇങ്ങനെ ചോദിച്ചു. കാര്യത്തിൽ താങ്കളോടും ചോദിക്കാമല്ലോ, എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാവും അതിനകത്ത്? അല്ല, അതൊന്ന് കൃത്യമായിട്ട് ഞാൻ അതിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയങ്ങളിലൊക്കെ, ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ആരോപണങ്ങളും പ്രത്യാപനങ്ങളും ഒക്കെ അത് ജനങ്ങൾക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ വെറുതെ ഉള്ള ഓരോരോ കാര്യങ്ങൾ സംസാരിക്കും, അത്രേ ഉള്ളൂ അല്ലേ? ഏതായാലും വിജയത്തിനപ്പുറം ഒന്നുമില്ല. മങ്കടയില് വലിയ വലിയ സംഭവങ്ങൾ അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളെ സുരക്ഷിതരാക്കാൻ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളാഞ്ചേരി മഞ്ചേരി ഒരു ദേശീയ ഹൈവേ അതിനു വേണ്ടിയുള്ള ഒരു നല്ലൊരു പാത നിർമ്മിക്കുന്നതിനെ കുറിച്ച്, പിന്നെ ഒരടംപാലം മാനത്തമംഗലം ബൈപ്പാസ് അത് VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. ഏറ്റവും ആദ്യം UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വന്നു കഴിഞ്ഞാൽ ആദ്യം ബൈപ്പാസിന്റെ കാര്യത്തിൽ. ഏതായാലും ജനങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നതാണ്. അവരുടെ ഒപ്പം താങ്കളുണ്ടെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ താങ്കൾക്കറിയായിരിക്കും, നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏതായാലും ആ ജനങ്ങൾ സ്വപ്നം കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഇദ്ദേഹത്തെയാണ് ജനങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കാൻ എനിക്ക് പറ്റും. വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും, ഒരു മാറ്റമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. ഏതായാലും ജനം തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ക്യാമറമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.